UDF ഭരിക്കുന്ന പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിനെതിരെ കൂടുതൽ പരാതിയുമായി തട്ടിപ്പിനിരയായവർ രംഗത്ത്. എടുക്കാത്ത വായ്പ തിരിച്ചടയ്ക്കാൻ നിർദ്ദേശിച്ച് പലർക്കും നോട്ടീസ് ലഭിച്ചുവെന്നാണ് പരാതി. ബാങ്കുമായി ഒരു ബന്ധവുമില്ലാത്തവരുൾപ്പെടെയാണ് തട്ടിപ്പിനിരയാകപ്പെട്ടത്. ഇത് ലെനിൻ പെരുമ്പാവൂർ തൊടാമ്പറമ്പിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിന്റെ വാഹനം വന്നു നിന്നത്. കാറിൽ നിന്നിറങ്ങിയ ഉദ്യോഗസ്ഥർ കൈമാറിയ നോട്ടീസ് കണ്ട് ലെനിൻ ഞെട്ടി. 2017 നവംബറിൽ വായ്പയായി എടുത്ത 20 ലക്ഷം രൂപ പലിശയും പിഴപ്പലിശയും സഹിതം എത്രയും വേഗം തിരിച്ചടയ്ക്കണം. ഇതായിരുന്നു നോട്ടീസിലെ നിർദ്ദേശം. ബാക്കി ലെനിൻ പറയും. ഇവർ പറഞ്ഞ നോട്ടീസിൽ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് 2017 നവംബറിൽ ഞാൻ ശരിക്കും ഒരു അപകടം പറ്റി. ഹെഡ് ഇഞ്ചുറി അന്ന് ക്രിട്ടിക്കലായിരുന്നു. മെഡിക്കൽ ടെസ്റ്റിലും ഒക്കെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഒപ്പ് പോലും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ ഇതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഇത് ലെനിൻ്റെ മാത്രം അനുഭവമല്ല. സ്വന്തമായി വീട് പോലുമില്ലാത്ത പാത്തിക്കമാലിൽ ഗീത അശോകനും കിട്ടി ഇതുപോലൊരു നോട്ടീസ്. ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, അർബൻ ബാങ്കിലേക്ക് ഇന്നുവരെ പോയിട്ട് പോലുമില്ലാത്ത തനിക്കാണ് 20 ലക്ഷം തിരിച്ചടയ്ക്കാൻ നിർദ്ദേശിച്ച് നോട്ടീസ് ലഭിച്ചതെന്ന് ഗീത പറഞ്ഞു. 30,80,273 രൂപ എൻ്റെ പേരിൽ വന്നേക്കാണ്. കാരണം എനിക്കൊരു വീട് പോലും ഇല്ലാത്തതാണ്. എൻ്റെ ചേട്ടനാണ് സുഖമില്ലാതിരിക്കണം, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ഒത്തു കളിച്ചേക്കണം. നമുക്കത് പറ്റില്ല, നമുക്ക് കേസായിട്ട് പോകണം. കാരാട്ട് പള്ളിക്കര സ്വദേശി ലിജുവും സമാന അനുഭവം പങ്കുവച്ചു. ഞാൻ ലോൺ എടുത്തിട്ടില്ല. എൻ്റെ പേരിൽ രാജനൂറാണ് ലോൺ എടുത്തിരിക്കുന്നതാണ്. വേറെ ഒന്നും എനിക്കറിയില്ല. നോട്ടീസ് ലഭിച്ചവർ പെരുമ്പാവൂരിലെ സർക്കിൾ സഹകരണ യൂണിയൻ രജിസ്ട്രാർ ഓഫീസിൽ ഹിയറിംഗിനെത്തിയപ്പോഴാണ് തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നെന്ന് തിരിച്ചറിഞ്ഞത്. മറ്റ് പലരുടെയും സ്ഥലം ഈടായി കാണിച്ചാണ് ഇവരുടെ എല്ലാം പേരിൽ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയത്. പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിന്റെ മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ രാജന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നതെന്നാണ് ആരോപണം. നിക്ഷേപകർക്ക് പണം മടക്കി നൽകാത്തതും അതിഥി തൊഴിലാളികൾക്ക് കളക്ഷൻ ഏജന്റുമാർ വഴി പിരിച്ചെടുത്ത ലക്ഷങ്ങളുടെ നിക്ഷേപം തിരികെ നൽകാത്തതും നേരത്തെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.